ഇന്നലെ നമ്മുടെ മമ്മൂക്ക വിഷു കൈനീട്ടമായിട്ട് മലയാളികൾക്ക് നൽകിയൊരു സമ്മാനമാണ് ടർബോ ജോസിന്റെ റിലീസിംഗ് ഡേറ്റും അതോടൊപ്പം തന്നെ ഒരു കിടിലൻ പോസ്റ്ററും. പക്ഷെ നമ്മളെല്ലാവരും നിരാശയാണല്ലേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ പ്രതീക്ഷയോടെ ഇരുന്നത് മമ്മൂക്കയുടെ ടർബോയുടെ ടീസറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ വീഡിയോ അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ നമ്മുടെ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്തായിക്കൊണ്ടാണ് മമ്മൂക്കയുടെ ഈ ഒരു ഐറ്റം പുറത്തേക്ക് വിട്ടത്. പക്ഷെ എന്താണെങ്കിലും നിരാശപ്പെട്ടില്ല. കിട്ടില്ല സാധനം തന്നെയാണ്, ഒരു രക്ഷയില്ലാത്തൊരു സാധനം. അതിനകത്ത് ആ ഒരു പോസ്റ്റർ നിങ്ങളിപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടല്ലോ. ഈ പോസ്റ്റർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലേ, നമ്മുടെ പള്ളിപ്പെരുന്നാളിൻ്റെ അടിയൊക്കെ കഴിഞ്ഞിട്ട് പക്ഷേ ചിലപ്പോൾ ആശാൻ കയറി ജീപ്പിൻ്റെ പുറത്ത് ഇരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അടിക്ക് മുമ്പേ പള്ളിപ്പെരുന്നാളിൻ്റെ അടിക്ക് മുമ്പേ ആശാൻ കയറി ഇരിക്കുന്നതായിരിക്കും. കാരണം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പള്ളി കാണിക്കുന്നുണ്ട്, പിന്നെ കാർണിവലിൻ്റെ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ പോസ്റ്റർ ഒരു രക്ഷയില്ല കേട്ടോ. നമുക്കവിടെ ആ ഇരിപ്പ്, ആ ലുക്ക്, ഓഫ് എന്താ പറയുക, മാസം എന്ന് പറഞ്ഞാൽ കൊല മാസം എന്ന് വേണം പറയാം. എന്താണെങ്കിലും ഇന്ന് രാവിലെ നമ്മുടെ വൈശാഖ് അതിനെക്കാട്ടി കിടിലൊരു സാധനവും കൂടെ ഇന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. നമുക്കവിടെ മറ്റൊരു പോസ്റ്റർ കൂടെ ജൂൺ 13 റിലീസ് എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിന്ന് നമുക്കവിടെ ഈ ഒരു ലുക്കും കൂടെ ഒന്ന് കണ്ടുപോയിക്കോ. കണ്ടില്ലേ, തീ ഐറ്റം തീ. എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ ഈ സിനിമയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ റിലീസ് ഡേറ്റിനെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു കാര്യം എന്ന് പറയാം. കാരണം നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നത് ഈ വെക്കേഷനിൽ സിനിമ എത്തുമെന്നായിരുന്നു. മെയ് 9 സിനിമ എത്തുമെന്നായിരുന്നു ആദ്യം പറഞ്ഞത്. പക്ഷേ അതിൻ്റെ റിലീസിങ് ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്തിട്ട് ജൂൺ 13 മാറ്റി. ഈ ജൂൺ എന്ന് പറയുന്നത് അത് അത്രത്തോളം ശരിയായിട്ടുള്ളൊരു ഡേറ്റ് ആണോ എന്നെനിക്കൊരു ഒരു ഒരു ഡൗട്ട്. കാരണം സ്കൂൾ തുറക്കുന്ന സമയമാണ്, പിന്നെ മഴയുടെ ഒരു സീസണാണ്. അപ്പോൾ ആ ഒരു സമയത്ത് സിനിമയുടെ റിലീസിങ് ഡേറ്റ് വെച്ചതുകൊണ്ട് അവിടെ ചെറിയ പരാജയം പറ്റിയിട്ടുണ്ടോ എന്നെനിക്കൊരു ഡൗട്ട്. പക്ഷേ അവരത് വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബക്രീദ് റിലീസായിട്ടാണ് സിനിമ തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത്. കാരണം 17 വലിയ പെരുന്നാൾ വരുന്നത്. അപ്പം മമ്മൂട്ടിയുടെ ഒരു പെരുന്നാൾ റിലീസ് പടം വന്നിട്ട് കുറേ നാളായി എന്ന് തോന്നുന്നു. എന്തായാലും ഇത് GCC കണ്ടുള്ള 5 ദിവസത്തെ ആ ഒരു വെക്കേഷൻ, ആ ഒരു ഇതിനെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ചിലപ്പം ടർബോ ഇവർ ജൂൺ 13 ആ ഒരു റിലീസിങ് ഡേറ്റിനെ മാറ്റിയിരിക്കുന്നത്. പക്ഷേ പോസിറ്റീവ് അടിച്ചു കഴിഞ്ഞാൽ ഇനി മഴയല്ല, ഇനി ഇടിവെട്ടി കാറ്റ് വന്നെന്ന് പറഞ്ഞാൽ തിയേറ്ററിലേക്ക് ആൾ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് മമ്മൂക്കയുടെ സമയം 2021 തൊട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ള ഒട്ടുമിക്ക സിനിമകളും ബോക്സ് ഓഫീസ് പിടിച്ച് കുലിക്കിയിട്ടുള്ള ഒരു നടനാണല്ലോ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക. അതുകൊണ്ട് തന്നെ ടർബോ ജോസ് ഇനിയിപ്പോൾ ഏത് കൊടിയ മഴയത്ത് വന്നാലും തിയേറ്റർ പൂരപ്പറമ്പാവുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അത്തരത്തിലുള്ള 2 വ്യത്യസ്തമായിട്ടുള്ള പോസ്റ്ററുകളാണ് ഇതിനടക്കം തന്നെ ഇന്നലെയും ഇന്നുമായിട്ട് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത്. കാരണം ഇന്ന് വൈശാഖ് ഇട്ടിരിക്കുന്ന ഈ ഒരു പോസ്റ്റർ കണ്ടിട്ട് സത്യം പറയാനുണ്ടല്ലോ, ഇത് രോമാഞ്ചം വരിക. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഫേസ് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം അല്ലേ, ഒരു രക്ഷയില്ല. ഇതിനകത്തൊരു ബ്ലാക്ക് ഷർട്ട് ഇട്ടുകൊണ്ട് നമുക്ക് ഇങ്ങനെ താഴോട്ട് നോക്കി നിൽക്കുന്ന. പക്ഷേ ഇന്നലെ ഇറക്കിയിട്ടുള്ള ഈ ഒരു പോസ്റ്റർ എന്ന് പറയുന്നത് അത് വേറൊരു ഐറ്റം തന്നെയാണ് അല്ലേ. പള്ളിപ്പെരുന്നാൾ നമ്മൾ പിന്നെ പല ഇൻ്റർവ്യൂവിലും അല്ലെങ്കിൽ പല ഇതിനകത്തൊക്കെ കണ്ടിരുന്നു. ഏതാണ്ട് 10 ദിവസത്തോളം ഷൂട്ട് ചെയ്തിട്ടാണ് ഈ പള്ളിപ്പെരുന്നാളിൻ്റെ ഫൈറ്റ് സീക്വൻസ് എടുത്തതെന്നാണ് അറിയുന്നത്. കാരണം വിയറ്റ്നാമിൽ നിന്നുള്ള ഫൈറ്റേഴ്സാണ് ഈ ഒരു ഫൈറ്റ് രംഗത്തിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫൈറ്റാണ് ഈ പള്ളിപ്പെരുന്നാളിൻ്റെ ഫൈറ്റ്. അതൊരു ഇൻട്രോൾ പഞ്ച് ആകാനായിരിക്കും ഒരു പക്ഷേ ചിലപ്പം സാധ്യത. അതിനുശേഷം മമ്മൂക്കാടെ ഒരു പോസ്റ്റർ, ഇതിന് മുമ്പ് വിട്ടൊരു പോസ്റ്റർ പറഞ്ഞാൽ ഈ പിന്നെ സ്റ്റേഷനിൽ വന്നിട്ട് കുറേ ആൾക്കാരെല്ലാം അവിടെ ഇങ്ങനെ നിരന്നിരിക്കുന്ന ഒരു സംഭവം, അത് ഒരു ഫൺ നിറഞ്ഞിട്ടുള്ളൊരു പോസ്റ്ററായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഈ ഒരു അടിയൊക്കെ കഴിഞ്ഞിട്ട് ആശാൻ നേരെ വന്നിരിക്കുന്നത് അവിടെയാണെന്നാണ് തോന്നുന്നത്. അതിനകത്തൊരു വൈറ്റ് ഷർട്ടും പിന്നെ ഒരു വെള്ള മുണ്ട് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഷർട്ടൊക്കെ ഊരി ഇങ്ങനെ വെച്ചിട്ട് കൈയും കെട്ടിയിരിക്കുന്നതായിട്ടുള്ളൊരു പോസ്റ്ററാണ് നമുക്ക് അതിനകത്ത് കാണാൻ സാധിച്ചത്. എന്താണെങ്കിലും ഒരു രക്ഷയില്ല കേട്ടോ. ഇതിനകത്ത് ഇതിൻ്റെ പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ചെയ്യുന്ന ഒരു ചെറിയൊരു വീഡിയോ ഇതിനിടയ്ക്ക് തന്നെ വന്നിരുന്നു. അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. എന്താണെങ്കിലും ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുകയാണ് മമ്മൂക്കയുടെ ഈ ഒരു പോസ്റ്റർ. ഇനിയിപ്പോൾ ഇന്ന് ഇറക്കി വിട്ട പോസ്റ്ററും ട്രെൻഡിങ് ആവുമെന്നുള്ളൊരു യാതൊരു സംശയമില്ല. മമ്മൂക്ക എന്ത് കാണിക്കുന്നു അതാണ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആകുന്നത്. എന്താണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജൂൺ 13 വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും ഈ ഒരു സിനിമ കാണാനായിട്ട്. ആ ഗ്യാപ്പായിട്ട് ഫാൻസുകാർക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ഇനി അവർക്ക് ആഘോഷിക്കാനായിട്ടുള്ള വകുപ്പുകളുണ്ട്. കാരണം മമ്മൂക്കയുടെ മിക്ക സിനിമകളും ഡേറ്റ് പെട്ടെന്ന് മാറ്റിയിട്ട് വരുമ്പോഴത്തേക്ക് ഫാൻസുകാർക്ക് തയ്യാറെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അത് ഈ ഒരു സിനിമയിൽ അതില്ല എന്നുള്ളതാണ്. ഇപ്പോൾ വൈശാഖ് മിഥുൻ മാനുവൽ കൂട്ടുകെട്ടിൽ ഇറങ്ങുന്ന ഈ ഇടിവെട്ട് സിനിമയ്ക്ക് ഇനി എല്ലാ തയ്യാറെടുപ്പുകളോടുകൂടി തിയേറ്ററിൽ ഒരു ഉത്സവമാറ്റി മാറ്റാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഈ സിനിമയ്ക്ക് ഉണ്ട് എന്നുള്ളതും കൂടെ ഒന്നെടുത്ത് പറയണം. എന്താണെങ്കിലും ഈ 2 പോസ്റ്ററുകളും ഒരു രക്ഷയില്ല കേട്ടോ, വെടിക്കെട്ട് സാധനം. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ പോസ്റ്റർ കണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു സിനിമാ വിശേഷമായിട്ട് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷ നിങ്ങളുടെയൊക്കെ സ്വന്തം